ഇന്ത്യയെ ഇന്ത്യ, ഭാരത്, ഹിന്ദുസ്ഥാൻ എന്നിങ്ങനെ 3 പേരുകളിൽ വിളിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യമേ ഇന്ത്യ എവിടുന്ന് വന്നു എന്ന് നോക്കാം. ഇത് ഇൻഡസ് നദിയിലായാണ് തുടങ്ങുന്നത്. പ്രാചീന സംസ്കൃതത്തിലതിനെ സിന്ധു എന്ന് വിളിച്ചിരുന്നത്. പർഷ്യൻവർ സിന്ധുയെ ഹിന്ദുവായി മാറ്റി. പിന്നെ ഗ്രീക്കുകാർ അതിനെ ഇൻഡോസ് എന്ന് വിളിച്ചു. അതിനാണ് പിന്നീട് ഇംഗ്ലീഷിൽ ഇന്ത്യ ആയി രൂപപ്പെട്ടത്. ഇപ്പോൾ ഭാരത് എവിടെ നിന്നാണ്? ഇത് പ്രാചീന ഭാരത രാജാവിൽ നിന്നാണ് വന്നത്. പുരാണങ്ങളിലെ ഒരു മഹാനായ രാജാവ്. പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഈ ദേശത്തെ ഭാരതവർഷം എന്ന് വിളിച്ചിരുന്നതാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ ഭരണഘടനയും പറയുന്നു ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. അടുത്തത് ഹിന്ദുസ്ഥാൻ. പർഷ്യൻവർ ഇൻഡസ് നദിക്ക് കുറുകെയുള്ള ദേശത്തെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചു. ഹിന്ദു എന്ന സ്ഥാൻ. സ്ഥാൻ എന്നതിന്റെ അർത്ഥം ഭൂമി എന്നാണ്. മുഗൾ കാലത്ത് ഹിന്ദുസ്ഥാൻ എന്നും പറഞ്ഞത് ഉത്തർ ഇന്ത്യയുടെ വലിയ ഭാഗത്തെക്കുറിച്ചായിരുന്നു. അങ്ങനെ ഫെമിലി ഇൻഡസ് നദിയിൽ നിന്ന് വിലി ഭാരത് രാജാവായ ഭാരതനിൽ നിന്ന് ഹിന്ദുസ്ഥാൻ, ഹിന്ദുക്കളുടെ ഭൂമി എന്നീ അർത്ഥത്തിൽ പർഷ്യൻ വാക്ക് ഒരു ദേശം, 3 പേരുകൾ, ഒരു അത്ഭുതകരമായ കഥ.